കേരള കോൺഗ്രസിന് അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാം, CPIയും മറ്റു ഘടകകക്ഷികൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാം. ആ അഭിപ്രായം എല്ലാം പരിശോധിച്ചുകൊണ്ട് ഒരു കൂട്ടായിട്ടുള്ള തീരുമാനമാണല്ലോ LDF എടുക്കുക. അതുകൊണ്ട് ഒരു തരത്തിലുള്ള മുന്നണിയിൽ ഒരു ശിഥിലമാക്കാത്ത അല്ലെങ്കിൽ ഒരു തർക്കമുണ്ടാകാതെ എല്ലാം സമവായത്തോടെ പരിഹരിക്കുന്ന ഒരു യോജിച്ച തീരുമാനമായിരിക്കും വരിക. ഞങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അവര് UDF ചവിട്ടി പുറത്താക്കി പുറത്തു വരുമ്പോഴും UDFൽ അവർ നിൽക്കുമ്പോൾ എത്ര സീറ്റാണോ കിട്ടിയത് അതേ സീറ്റ് ഇവിടെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോഴും 5 സീറ്റാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞല്ലോ 5 സീറ്റിന്റെ കണക്കാ പറഞ്ഞേ. UDFൽ മാണി കോൺഗ്രസ് നിൽക്കുമ്പോൾ എത്ര സീറ്റ് ഉണ്ടായിരുന്നോ അതേ പരിഗണന LDFൽ കൊടുക്കാൻ കഴിയുന്ന വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് സ്വീകരിക്കാൻ അന്ന് LDFന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങളടക്കം സംരക്ഷിക്കും. എല്ലാ മുന്നണി ഘടകകക്ഷികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള സമീപനമായിരിക്കും LDF സ്വീകരിക്കുക. ശരി. അല്ല, സേനാപതി വേണു, നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളും ആഗ്രഹിക്കുന്നത്, ജോസ് കെ മാണിയുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആഗ്രഹിക്കുന്നത് പോകണമെന്നാണ്. നിങ്ങളുടെ കൂട്ടത്തിലും മധ്യ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്ന വരേണ്ടതില്ല എന്നാണോ? അല്ലാതെ തന്നെ നമുക്ക് ജയിക്കാൻ പറ്റിയല്ലോ. 2, കഴിഞ്ഞ തവണ 10 സീറ്റിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന് എല്ലാ സീറ്റിലും വിജയിക്കാൻ പറ്റിയില്ല. അവരാകെ 2 സീറ്റിലേ വിജയിച്ചുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുട്ടനാട് ഇങ്ങോട്ട് വാങ്ങിക്കാം അത് പറഞ്ഞിട്ട്, വേണമെങ്കിൽ നമുക്ക് ഏറ്റുമാനൂർ വാങ്ങിക്കാം, വേണമെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരി വാങ്ങിക്കാം എന്ന ഒരു മൂഡ് നിങ്ങൾക്കുണ്ട്. അത് ആഗ്രഹിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ട്. സോ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അത്രയും ലാഭം എന്ന് കോൺഗ്രസിലെ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ? അല്ല, ഈ നിശാന്തെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, രാഷ്ട്രീയത്തിൽ ഒരിക്കലും 2 2 4 ആയിട്ടില്ല. അത് അവർ വരട്ടെ. അവർ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റുമാനൂര് ഇപ്പോൾ CVN വാസവൻ ജയിച്ച മണ്ഡലം ഞങ്ങൾക്ക് അത് തിരിച്ചു പിടിക്കാനുള്ള കുറച്ചുകൂടി നെയ്യപ്പത്തിന് നെയ്യ് കൂടുന്നതിന് കുഴപ്പമില്ല, കുറച്ചുകൂടി വരട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വിസ്മയത്തെക്കുറിച്ച് ശ്രീ അരുൺകുമാർ പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കുഴപ്പമുണ്ട് നിശാന്ത്. ഇവരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റു എന്ന് ഇവരെ സമ്മതിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന 10-200 പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കോർപ്പറേഷൻ ഒന്നൊഴികെ അതും കഷ്ടി കുഷ്ടിയാണ്. ബാക്കി ഒന്ന് BJPയിലോട്ട് പോയി, ബാക്കി ഞങ്ങൾ പിടിച്ചു. ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് 3 ഉണ്ടായിരുന്ന 7 ആക്കി. ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളും അതൊക്കെ എത്രയോ ഇരട്ടിയായി ഞങ്ങൾക്ക് മാറി എന്നുള്ളതാണ്. പക്ഷെ ഇവരിപ്പോഴും സമ്മതിക്കത്തില്ല.